തീരദേശ ജനതയോട് വാക്കുപാലിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പൊഴിയൂരെത്തി. തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംഘം ഉടനെത്തുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് കേന്ദ്ര ഫിഷറീസ് ഡയറക്ടർ ഉൾപ്പെട്ട വിദഗ്ധർ പൊഴിയൂർ സന്ദർശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിയാനായി പൊഴിയൂരെത്തിയത്. തൊഴിൽ, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വിദഗ്ധ സംഘം എത്തുമെന്ന് തീരദേശവാസികൾക്ക് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. It is a clear sign of real negligence of that area, and there is a solution for that area, and I have deputed a team today to look into that issue. അതിന്റെ എന്താണ് സൊല്യൂഷൻ, ഷോർട്ട് ടേം പെർമനന്റ് എന്താണ് സൊല്യൂഷൻ ഞങ്ങൾ ഉണ്ടാക്കും, അത് ഫൈനലൈസ് ചെയ്യും, അനൗൺസ് ചെയ്യും. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസിന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധ സംഘം പൊഴിയൂരെത്തിയത്. പൊഴിയൂർ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളോട് നേരിട്ട് സംസാരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായുള്ള പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് ഫിഷറീസ് ഡയറക്ടർ തയ്യാറാക്കും. ഇതിനുശേഷം പരിഹാര പദ്ധതികളിലേക്ക് കടക്കാനുമാണ് തീരുമാനം. കേരളത്തിൽ മൺസൂൺ കാലത്താണ് തെക്കൻ തീരത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. തീരശോഷണം ഒരു പ്രധാന വിഷയമാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഇടപെട്ടിട്ടില്ല. തീരശോഷണത്തിലും കടൽ കയറ്റത്തിനും പരിഹാരമാർഗം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. തീരദേശ ജനതയെ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാകുക എന്നത് കേന്ദ്ര സംഘം ഉറപ്പു നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഫിഷറീസ് ഡയറക്ടർ വെങ്കടേശ്വര പ്രസാദ്, ഡെപ്യൂട്ടി ഡയറക്ടർ നാഗരാജ് തുടങ്ങിയ വിദഗ്ധർ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ജനം, തിരുവനന്തപുരം.